Hi, hello everyone. So welcome back to my channel Story Time by Ummukulsu. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ ഉമ്മുകുൽസു. നിങ്ങൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചത് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. സോ എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ജസ്റ്റ് കിഡിങ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മീഷോ ഹോൾ വീഡിയോ ആണ്. ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളൊരു ലൈക്ക് ഒരു എന്താ പറയുക ഒരു ടൈപ്പ് ഓഫ് വീഡിയോ ആണ് മീഷോ ഹോൾ. കാരണം ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് അവിടെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. സോ ഓക്കെ, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. മെസ്സേജ് വന്നപ്പോൾ ഞാൻ സൈഡിലോട്ട് നോക്കിയതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും മീഷോ ഹോളിലേക്കൊക്കെ പോവാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ വേഗം തന്നെ പോയിട്ട് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കോമൻറ്റ് ഒക്കെ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മീഷോ ഹോൾ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഓരോരോ പ്രൊഡക്ട്സിലേക്ക് പോവാം. ഞാൻ എന്തായാലും പ്രൊഡക്ട്സ് കാണിക്കുന്നതിന്റെ കൂടെ തന്നെ ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് സൈഡിലായിട്ട് തന്നെ കൊടുക്കും. അപ്പം നിങ്ങൾക്കും യൂസ്ഫുൾ ആയിരിക്കും. സോ ആദ്യം തന്നെ നമുക്ക് ക്ലോത്തിങ് ഹോളിലോട്ട് തന്നെ പോവാം. ആദ്യം തന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സാണ്. അത് ഞാൻ അതിലേക്ക് പിന്നീട് വരാം. അതിന് മുന്നേ ആദ്യത്തെ പ്രൊഡക്ട്സിലോട്ട് പോവാം. ആദ്യം തന്നെ ഒരു കുഞ്ഞ് ട്യൂണിക്സ് ആണ്. ഞാൻ കൂടുതലും എടുക്കുന്നത് വെസ്റ്റേൺ വെയർ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ട്യൂണിക്സിലേക്ക് തിരിയാം എന്ന് വിചാരിച്ചു യൂഷ്വലി. പക്ഷെ ഞാൻ മീഷോന്ന് വാങ്ങിക്കുന്നത് വളരെ കുറവാണ്. ബട്ട് സ്റ്റിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള മീഷോയിൽ നല്ല പ്രൊഡക്ട്സ് കിട്ടും വിത്ത് വെരി അഫോർഡബിൾ റേഞ്ച്. അപ്പം ഞാൻ ഈ പ്രാവശ്യം വാങ്ങിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഓർത്തു ഇനിയും എന്തായാലും വാങ്ങിക്കാമെന്ന്. ആദ്യം തന്നെ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ട്യൂണിക്സ് ആണ്. ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ പ്രിന്റഡ് ആയിട്ടുള്ളൊരു ട്യൂണിക്സ് ആണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇവിടെ ഫ്രണ്ടിലായിട്ട് കുറച്ച് എന്താ പറയുക ഒരു വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ലൈറ്റായിട്ട്. നല്ലൊരു ക്ലോത്ത് ആണ്. ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. അത് കണ്ടോ, ഇവിടെ സൈഡ് അടിയിലോട്ട് ചെറുതായിട്ട് ചെറിയ ഫ്ലെയർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സ്ലീവ്സ് ഇങ്ങനെ ഒരു ബലൂൺ സ്ലീവ്സ്, ഒരു മോക്ക് ചെയ്ത ബലൂൺ സ്ലീവ്സ് പോലെയാണ്. ഇത് ഭയങ്കര പ്രിട്ടി ആയിട്ടുള്ള ട്യൂണിക്സ് ആണ്. ഭയങ്കര ഭംഗി. ഇതിട്ട് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര രസമാണ് കാണാൻ. ആരിട്ടാലും നല്ല ഭംഗിയായിരിക്കും. കാരണം അങ്ങനത്തെ ഒരു പാറ്റേൺ ആണ്. അതേപോലെ തന്നെ എനിക്കിത് ആക്ച്വലി നല്ല ലൂസാണ്. എൻ്റെ സൈസ് എനിക്ക് തന്നെ അറിയില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. ചില സമയത്ത് ഞാൻ ലാർജ് എടുത്താൽ എനിക്ക് കുറച്ച് ഓവർ സൈസ്ഡ് ആയിരിക്കുള്ളൂ. ചില സമയത്ത് ഭയങ്കര ഓവർ സൈസ്ഡ് ആവും. അപ്പോൾ ഇത് അങ്ങനത്തെയാണ്. പിന്നെ എനിക്ക് വന്നിട്ട് റിട്ടേൺ കൊടുക്കാൻ താല്പര്യമാണ്. പിന്നെ എനിക്ക് ലൂസ് ഫിറ്റ് ഈസ് ഫൈൻ ഫോർ മീ. എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്കാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. എനിക്ക് ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് ലൂസ് ഫിറ്റ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഈ ഒരു കുർത്ത വന്നിരിക്കുന്നത്. ഞാൻ എന്തായാലും സൈഡിൽ ഇതിട്ടിട്ടുള്ളത് കൊടുക്കാം. നല്ലൊരു ഭംഗിയാണ്. നല്ല ഭംഗിയുള്ളൊരു കുർത്തയാണ്. ഇതിന്റെ പ്രൈസ് ഞാൻ എന്തായാലും ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാം ഭയങ്കര അഫോർഡബിൾ ആണ്. എല്ലാം എനിക്ക് തോന്നുന്നു 500 ബിലോ ആണ് എല്ലാ പ്രൊഡക്ട്സും ഉള്ളൂ. അതുകൊണ്ട് തന്നെ അടിപൊളിയാണ്. ക്വാളിറ്റി ഈസ് റിയലി ഗുഡ്. നല്ലൊരു ക്വാളിറ്റിയാണ്. ഈ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എനിക്ക് നല്ല ഇഷ്ടമായി. നല്ലൊരു കംഫർട്ടബിൾ ഒരു കോട്ടൺ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് മെറ്റീരിയൽ പറയാൻ സത്യസന്ധമായി പറഞ്ഞാൽ എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു കോട്ടൺ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ദിസ് ഈസ് ദ ഫസ്റ്റ് പ്രൊഡക്റ്റ്. പ്രൈസ് ഞാൻ എന്തായാലും സൈഡിൽ കൊടുത്തേക്കാം. ഓക്കെ, സോ മൂവിങ് ടു നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സെയിം പാറ്റേണിൽ തന്നെയുള്ള പാറ്റേൺ എന്ന് പറഞ്ഞാൽ ട്യൂണിക്സ് തന്നെയാണ്. പക്ഷേ പാറ്റേൺ ഡിഫറെൻ്റ് ആണ്. ബട്ട് സ്റ്റിൽ ട്യൂണിക്സ് ആണ്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടോ ഞാൻ എന്താ ഉദ്ദേശിച്ചത്? അപ്പം ആ ഒരു സെയിം അതുപോലെ തന്നെ ഇരിക്കുന്ന പാറ്റേൺ ആണ് പക്ഷേ ഇതിന്റെ ഫ്രണ്ടിലൊക്കെ കണ്ടോ ക്രോസ് ആയിട്ടാണ് ലേസ് ടൈ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു കിടിലൻ ഗ്രീനിൽ ഒരു റെഡ് കളർ ഫ്ലോറൽ പ്രിന്റ്സ് ആണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ഭംഗി തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. താഴത്തോട്ട് ചെറിയൊരു നോട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ക്ലോസ് ആയിട്ട് നിങ്ങൾ കാണിച്ചു തരാം. ഇങ്ങനെ ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ടൈറ്റ് ചെയ്തൊക്കെ കെട്ടാം. ഈ ഒരു പ്രിന്റ്സ് ഒക്കെയാണ് ഇതിൽ വരുന്നത്. അതേപോലെ തന്നെ സ്ലീവ് മറ്റേത് കുറച്ച് ബലൂൺ സ്ലീവ് ആണെങ്കിൽ ദിസ് ഇസ് ലൈക്ക് എ സ്ട്രെയിറ്റ് സ്ലീവ്. പക്ഷെ നല്ല പ്രിട്ടിയാണ് കേട്ടോ. ഭയങ്കര അടിപൊളിയാണ്. അതേപോലെ തന്നെ സെയിം ലെങ്ത് ഒക്കെ തന്നെ കുറച്ചുകൂടി ലെങ്ത് ഉണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെയാണ് വരുന്നത്. പക്ഷെ നല്ല രസമാട്ടോ കാണാൻ. നല്ല ഭംഗിയുള്ളൊരു ടോപ്പാണ്. ഇതിന്റെ നെക്കൊക്കെ വരുന്ന നല്ല പാറ്റേൺ ആണ്. ഇതും ഈ പറഞ്ഞ പോലെ സൈസ് വലുതാണ്. നല്ല രീതിയിൽ ലൂസ് നിങ്ങൾക്ക് ഞാൻ ഇവിടെ ഇട്ട് കാണുമ്പോൾ തന്നെ കാണാൻ പറ്റും. ബട്ട് സ്റ്റിൽ നല്ല ഭംഗിയുണ്ട്. ഇതിപ്പോൾ ലൂസ് ഉണ്ടെങ്കിലും നല്ല ഭംഗിയിൽ ഇത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ടോപ്പാണ്. ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല കളർഫുൾ ആണ്. ദാറ്റ്സ് എ മേജർ തിങ്. സോ ദിസ് ഈസ് എ സെക്കൻഡ് പർച്ചേസ് ഫ്രം മീഷോ. ഇതുമൊക്കെ പ്രൈസ് കുറവാണ് വരുന്നത്. ഞാൻ താഴത്തെ എന്തായാലും കൊടുത്തേക്കാം കേട്ടോ. ഓക്കെ, മെറ്റീരിയൽ ആണെങ്കിൽ ഭയങ്കര കംഫർട്ടബിൾ മെറ്റീരിയലാണ്. ഭയങ്കര എന്താ പറയുക, ഇട്ടുകൊണ്ട് പോയാലും നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ്. മേത്ത് കുത്തത്തോ ഇല്ല. അതേപോലെ ഇറ്റ്സ് നോട്ട് എ ബാഡ് മെറ്റീരിയൽ, ഇറ്റ്സ് എ നൈസ് മെറ്റീരിയൽ ഓൺലി. സോ
നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു ഡ്രസ്സാണ്, ഒരു ബ്ലൂ ആൻഡ് വൈറ്റ്. ഇപ്പൊ ഞാൻ എവിടെ നോക്കിയാലും ബ്ലൂ ആൻഡ് വൈറ്റ് പ്രിന്റ്സ് ഇസ് വെരി ട്രെൻഡ് ആവും. അപ്പൊ ഞാൻ ഓർത്ത് മീഷോന്ന് തന്നെ വാങ്ങിച്ചേക്കാണ്. അങ്ങനെ എടുത്താണ് ഈ ഒരു ഡ്രസ്സ്. ഇത് എന്താ പറയുക, ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി എന്താ പറയുക, ഒരു കട്ടിയുള്ള ഒരു മെറ്റീരിയൽ ടൈപ്പാണ്. മറ്റേ മെറ്റീരിയൽ പോലെ സോഫ്റ്റ് അല്ല, ബട്ട് സ്റ്റിൽ ലുക്സ് നൈസ്. ഇതിന്റെ കൂടെ ഇത് ഈ കണ്ടോ ഒരു ബെൽറ്റ് ഒക്കെ വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. നിങ്ങൾക്ക് എന്തായാലും ക്ലോസ് കാണിച്ചു തരാം. സി, ഇങ്ങനെ ഒരു ബെൽറ്റ് വരുന്നുണ്ട്. അതുപോലെ ലെങ്ത് അത്യാവശ്യമുണ്ട്. ഞാൻ ഇവിടെ എന്തായാലും പിക്ചർ കൊടുക്കാം. ദിസ് ഈസ് ഹൗ ഇറ്റ് ലുക്സ് ലൈക്ക്. അപ്പം ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇറ്റ്സ് ലുക്സ് റിയലി ഗുഡ്. നല്ല രസമുണ്ട്. ചെറുതായിട്ട് എന്താ പറയുക 3/4 ആയിട്ടുള്ള സ്ലീവാണ്. സൈഡിൽ ഇത് ഇങ്ങനെ ഒരു ഇത് വരുന്നുണ്ട്. ഭയങ്കര കംഫർട്ടബിൾ ആണ്. കോളർ നെക്കാണ് വരുന്നത്. നല്ല കളറാണ്. ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നല്ല ഭംഗി, നല്ല സ്റ്റൈലിഷ് ലുക്ക് തോന്നുന്ന ഒരു ഡ്രസ്സാണ് ഇത്. നിങ്ങൾക്ക് ഇത് റിമൂവ് ചെയ്തിട്ട് കുർത്ത പോലെ ജീൻസിന്റെ കൂടെ ഇടാം, അല്ലാതെ ഇതിങ്ങനെ ഇത് വെച്ചിട്ട് ഡ്രസ്സായിട്ടും ഇടാം. അത് നിങ്ങൾ സ്റ്റൈൽ ചെയ്യുന്നത് പോലെ ഇരിക്കും. പക്ഷെ എനിവേസ് ഇറ്റ് ലുക്സ് റിയലി ഗുഡ്. സോ ഇതാണ് എൻ്റെ തേർഡ് പർച്ചേസ് എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ള ഒരു കുർത്തയാണ് കേട്ടോ. കുർത്തയല്ല, ഡ്രസ്സാണ്. ആക്ച്വലി നിങ്ങൾക്ക് കുർത്തയായിട്ട് പെയർ ചെയ്യാം. ഓക്കെ, സോ ദിസ് ഈസ് ദ തേർഡ് പർച്ചേസ്. ടു ദി നെക്സ്റ്റ് വൺ, ദ ഫോർത്ത് വൺ. ക്ലോത്തിങ്ങിൽ തന്നെ ലാസ്റ്റ് വൺ ആണ്. ഈ ഒരു ബ്ലാക്ക് കുർത്ത സെറ്റാണ്. ഞാൻ ഈ പ്രാവശ്യം എല്ലാം ട്രഡീഷണൽ വെയറിലോട്ട് മാറിയിരിക്കുന്നു ഗൈസ്. ബിക്കോസ് എനിക്ക് ബ്ലാക്ക് കുർത്ത വേണമെന്നുണ്ട്. അപ്പം അഫ്സലിന് ബ്ലാക്ക് കുർത്ത ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഓർത്തു ബ്ലാക്ക് കുർത്ത എന്തായാലും ഈ പ്രാവശ്യം വാങ്ങിക്കാമെന്ന്. അപ്പം ഇതാണ് ഒരു ബ്ലാക്ക് കുർത്ത. ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഈ പറയുന്ന പോലെ ഒരു സെറ്റ് ആണെങ്കിലും പ്രൈസ് ഒക്കെ നല്ല ബജറ്റ് ഫ്രണ്ട്ലി ആണെന്നുള്ളതാണ് ഏറ്റവും ഒരു ഇതിലുള്ള കാര്യം. സി, ഇങ്ങനൊരു ഇതാണ് വരുന്നത്. ലൈക്ക് ഒരു കുഞ്ഞ് ഇവിടെ ഒരു വി പോലെ, ചെറിയൊരു വി പോലെയാണ് വരുന്നത്. പ്ലെയിൻ ബ്ലാക്ക് കുർത്തയാണ്. സി, അത് തന്നെ അവർ അതിന്റെ പാൻസും തന്നിട്ടുണ്ട്. പാൻസും ഞാൻ ഇവിടെ സൈഡിൽ ഇട്ടിട്ടുള്ള കൊടുക്കും, അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇലാസ്റ്റിക് പാൻസ് ആണ്. സി, ഇലാസ്റ്റിക് ആണ് ഇതിന്റെ പാൻസ് വരുന്നത്. പ്ലെയിൻ ആയിട്ട് പലാസോ പോലെ തന്നെയാണ് വരുന്നത്. ആൻഡ് ഓൾസോ ഇതിന്റെ ഷോള് വരുന്നുണ്ട്. ഇത്രയും സംഭവങ്ങൾ നമുക്ക് നല്ല പ്രൈസ് ലൈക്ക് 500 ബിലോ കിട്ടും. 500 ബിലോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇത് കണ്ടോ, ഈ ഒരു ഷോള് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനത്തെ ഒരു ഷോള് വേറെ തന്നെ ഒരു മെറ്റീരിയലാണ് കേട്ടോ. പക്ഷെ നല്ല ലെങ്ത് ഒക്കെയുള്ള ഷാളാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല ഭംഗിയുണ്ട്. നല്ല പ്രിന്റ്സ് ഒക്കെയാണ്. സി, ഇതൊക്കെയാണ് പ്രിന്റ്സ് വരുന്നത്. നല്ല ഭംഗിയുണ്ട്. റിയലി ഗുഡ്. ഐ ലവ് ഇറ്റ്. ഇത് മൂന്നും കൂടി ഇടുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. സോ ഇതൊക്കെയാണ് എൻ്റെ ക്ലോത്തിങ് പർച്ചേസ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ഞാൻ 2 സ്റ്റേഷനറി പോലത്തെ പ്രൊഡക്ട്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. അതെല്ലാം എനിക്ക് ടേബിളിൽ വെക്കാൻ വേണ്ടിയും മേക്കപ്പ് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഞാൻ വാങ്ങിച്ചൊരു 2 പ്രൊഡക്ട്സ് ആണ്. അതും കൂടെ ഞാൻ കാണിച്ചിട്ട് നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. സോ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബ്രഷ് ഒക്കെ ഓർഗനൈസ് ചെയ്യുന്ന ഈ ബ്രഷ് ഒക്കെ ഓർഗനൈസ് ചെയ്യുന്ന ഈ ഒരു എന്താ പറയുക ഓർഗനൈസറാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. ഇതിൽ ഞാൻ ഓൾറെഡി ബ്രഷ് വെച്ചതാട്ടോ. സി, ഇതുപോലെ ബ്രഷ് നിങ്ങൾക്ക് ഓർഗനൈസ് ചെയ്യാം. ഇതിങ്ങനെ എന്താ പറയുക ഒരു 3 പാർട്സ് ആയിട്ടാണ് വന്നത്. ഇതൊന്ന്, ഇതിൻ്റെ അകത്തുള്ള സംഭവം ഒന്ന് കണ്ടോ, ഇതൊന്ന്, പിന്നെ ഇതൊന്ന്, അങ്ങനെ 3 പാർട്സ് ആയിട്ടാണ് വന്നത്. ഞാൻ ഇതൊക്കെ ബ്രഷ് ഇട്ട് വെച്ചതാണ്. നല്ല എസ്തെറ്റിക് ആണ്. നിങ്ങൾ എല്ലാവരും എസ്തെറ്റിക്കിൻ്റെ ആൾക്കാരല്ലേ ഇപ്പോൾ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതാണ് ഏറ്റവും വലിയ കോമഡി. ഇതിൻ്റെ അകത്ത് പിങ്ക് കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. പക്ഷെ വേണമെങ്കിൽ കിട്ടും എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ലക്ക് പോലെ ഇരിക്കും. എനിക്ക് ബ്ലൂ ആണ് കിട്ടിയത്. പക്ഷെ ലുക്സ് നൈസ്, അതുകൊണ്ട് എനിക്ക് പ്രോബ്ലം ഇല്ല. സോ ഇത് പയ്യെ ടേൺ ചെയ്യുന്നതാണ് പറയുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ ടേൺ ചെയ്യുന്നത് പോലെ ഫീൽ ചെയ്തില്ല. ക്വാളിറ്റി വൈസ് ഞാനിപ്പോൾ കാണിച്ചത് ഇത് നോക്കുവാണെങ്കിൽ ഞാനൊരു 10-ൽ 5-6 ഒക്കെ കൊടുക്കാം. കാരണം ഇത് ഓർഗനൈസ് ചെയ്യാൻ ഇറ്റ് ലുക്സ് റിയലി ഗുഡ്. പക്ഷെ ഇത് ടേൺ ചെയ്യുമോ, ക്വാളിറ്റി അടിപൊളിയാണോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും നിങ്ങൾക്ക് അത്യാവശ്യം ബ്രഷൊക്കെ ഇട്ട് വെച്ച് കാണാനൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇതിന് പ്രൈസ് ഭയങ്കര കുറവാണ്. ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പം ഇതാണ് നെക്സ്റ്റ് വൺ. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് വൺ, ഇതുപോലെ തന്നെ ഒരു ഓർഗനൈസറാണ്. അതും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പം നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മേക്കപ്പ് ഓർഗനൈസറാണ്. കണ്ടോ, ദിസ് ഈസ് ദ ഓർഗനൈസർ. ദിസ് ഇസ് വെരി പ്രിറ്റി. അതിനടിയിലൊരു കവർ കാര്യമായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത് ആക്ച്വലി നിങ്ങൾക്ക് മേക്കപ്പ് ഒക്കെ വെക്കാൻ പറ്റും. കണ്ടോ, ഇത്രയും സ്റ്റോറേജ് ഒക്കെയാണ് ഇതിൽ വരുന്നത്.
അതേപോലെ ജസ്റ്റ് ഇതൊരു പ്ലാസ്റ്റിക് ആണ്, പക്ഷെ നോട്ട് എ പ്രോപ്പർ പ്ലാസ്റ്റിക് ആണെന്ന് വെച്ചാൽ പ്രോപ്പർ പ്ലാസ്റ്റിക് അല്ല, കുറച്ചുകൂടി കട്ടിയുള്ള ഒരു പ്ലാസ്റ്റിക് ആണ്, ഭയങ്കര പെട്ടെന്ന് പൊട്ടിപ്പോണം അങ്ങനത്തെ പ്ലാസ്റ്റിക് അല്ല. ദിസ് ഇസ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഇത് കണ്ടോ, ഇതിനകത്ത് 2 റാക്കല്ലേ, യെസ് 2 റാക്സും അതേപോലെ തന്നെ നല്ല സ്പേഷ്യസ് ആണ്. നിങ്ങൾക്ക് ഇത് കാണുന്നത് പോലെ അല്ല, ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് മനസ്സിലാകുന്നത് ഇത് അത്യാവശ്യം നല്ല സൈസും ഉണ്ട്, ലൈക്ക് ഇത്രയും ഉണ്ട്, എൻ്റെ കൈയിൻ്റെ ഇത്രയും ഉണ്ട്, അത്യാവശ്യം നല്ല വലിയ ഒരു ഓർഗനൈസറാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും മേക്കപ്പ് പ്രൊഡക്ട്സ് ഇട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇത് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും, ബിക്കോസ് ഇത് അത്രയും ഉള്ളതുണ്ട്. ലൈക്ക് പെട്ടെന്ന് പൊട്ടുമൊന്നുമില്ല, ഓക്കെ, പെട്ടെന്ന് പൊട്ടുമൊന്നുമില്ല, അടിപൊളിയായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ 10ൽ എന്തായാലും ഒരു 7.5, 8 എന്തായാലും കൊടുക്കും, നല്ല പ്രൊഡക്റ്റാണ്. സോ യാ, അപ്പം പിന്നെ ഇത് കാണാനും നല്ല എസ്തറ്റിക്കാണ് കേട്ടോ. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മുടെ മീഷോ ഹോൾ വീഡിയോ ഇവിടെ കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ, ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ അല്ല, അതിൻ്റെ കോഡ്, ഇതിൻ്റെ ലിങ്ക് അല്ല, നിങ്ങൾക്ക് അറിയാലോ മീഷോയിൽ ഒരിക്കലും ലിങ്ക് അല്ല, കോഡായിരിക്കും. കോഡെല്ലാം ഞാൻ താഴ്ത്ത് കൊടുത്തേക്കാം, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും ഡെഫിനറ്റ്ലി. എനിക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്ട്സ് ആണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. ഞാൻ വാങ്ങിച്ച എല്ലാം തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു, അതിൽ ക്വാളിറ്റി എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ അത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക. സോ ഐ എം സൂപ്പർ എക്സൈറ്റഡ് ടു ഡു നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ അത് കാണുന്നത് വരയ്ക്കും. സോ ബൈ ബൈ.